ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാ പേർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ വയ്ക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പീസിലുള്ള പുളി എടുത്ത് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്യാം. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്യാം. സവാളയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 1 വലിയ സൈസാണ്, അത് ഇതുപോലെ കട്ട് ചെയ്യാം. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ 1/2 കിലോയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുക്കുന്നു മാത്രം. 1 കപ്പ് ചിരകിയ തേങ്ങ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്ര ഇട്ടുകൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിന്റെ മുളക് പൊടി മല്ലിപ്പൊടിയുടെയും മണം നന്നായിട്ടൊന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1 നുള്ള് ഉലുവപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് വറുത്തെടുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയുടെ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരച്ചു വെച്ച തേങ്ങയുടെ മിക്സും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. നന്നായിട്ട് ഇവിടെ തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമുക്കിവിടെ ചെമ്മീൻ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇടയിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഒന്നിൽ കറിയായിട്ട് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. എനിക്ക് നല്ല വറ്റിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്.